2 അല്ലെങ്കിൽ 3 ദിവസം മാത്രം. അതിനുള്ളിൽ യുദ്ധം നിർത്തിയില്ലെങ്കിൽ മേഖലയിലുള്ള അമേരിക്കയുടെ സകല സംവിധാനങ്ങളും ഞങ്ങൾ നശിപ്പിച്ചു കളയും. രാജ്യാന്തര സമൂഹത്തെ മുഴുവൻ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഇറാൻ നൽകിയ ഏറ്റവും ഒടുവിലത്തെ അന്ത്യശാസനമാണിത്. പശ്ചിമേഷ്യയിൽ ഇനിയൊരു തിരിച്ചുപോക്കില്ലാത്ത വിധം യുദ്ധം കനക്കുകയാണ്. ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇറാനും അമേരിക്കയും തമ്മിൽ നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടൽ ഇപ്പോൾ 7ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. എന്നാൽ വെറും ഒരു തിരിച്ചടിയല്ല, അമേരിക്കയെ ഗൾഫ് മണ്ണിൽ നിന്ന് പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന ഒരു സമ്പൂർണ്ണ നാശീകരണ ശൈലിയിലേക്കാണ് തങ്ങൾ നീങ്ങുന്നത് എന്ന് ഇറാൻ ഇതിനോടകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. മാത്രമല്ല, കാര്യങ്ങൾ ഇപ്പോൾ ഒട്ടും പന്തിയല്ല. ഇറാന്റെ പരമോന്നത നേതാവായ മുജ്തബ ഖമീനിയുടെ ഏറ്റവും മുതിർന്ന സൈനിക ഉപദേശകൻ മൊഹ്സിൻ റസായിയാണ് ഇപ്പോൾ അമേരിക്കയ്ക്ക് നേരിട്ടുള്ള ഒരു ഭീഷണിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഒരു ഇറാനിയൻ മാധ്യമത്തിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് അദ്ദേഹം ഈ ഒരു നിർണായക വിവരങ്ങൾ വെളിപ്പെടുത്തിയത്. അമേരിക്ക ഇറാനിൽ നടത്തുന്ന വ്യോമാക്രമണങ്ങൾ 2 ദിവസത്തിനകം അവസാനിപ്പിച്ചില്ലെങ്കിൽ തങ്ങൾ നിലവിലുള്ള തന്ത്രങ്ങൾ മാറ്റുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. നമുക്കറിയാം, ഇപ്പോൾ സിറിയയിലേക്ക് വരെ ആക്രമണം നടത്തുന്ന സാഹചര്യം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുകയാണ്. ഇതുവരെ അമേരിക്ക കണ്ടത് ഇറാന്റെ ചെറിയ പ്രതികാര നടപടികൾ മാത്രമാണ്. എന്നാൽ ഈ അന്ത്യശാസനത്തിന് ശേഷം തങ്ങൾ ഒരു പൂർണ്ണ തോതിലുള്ള ആക്രമണത്തിലേക്ക് കടക്കുമെന്ന് മൊഹ്സിൻ റസായെ വ്യക്തമാക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ ഒരു രാഷ്ട്രീയ അതിർത്തിക്കും തങ്ങൾക്ക് തടസ്സമാകില്ലെന്നും മേഖലയിലുടനീളമുള്ള US താവളങ്ങളെ ലക്ഷ്യമിട്ട് മിസൈലുകളുടെ വൻ പരമ്പര തന്നെ പ്രതീക്ഷിക്കാമെന്നും IRGCയും പറയുന്നുണ്ട്. അതായത് IRGC ഇക്കാര്യം പ്രഖ്യാപിക്കുകയാണ്. ഇറാന്റെ ഈ ഒരു പ്രഖ്യാപനം വെറും വാക്കുകളല്ല എന്ന് തെളിയിക്കുന്നതാണ് ഗൾഫ് നാടുകളിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ. കാരണം നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ പ്രാവർത്തികമാക്കുന്ന രീതിയിലാണ് ഇറാന്റെ ആക്രമണം നടക്കുന്നത്. കപ്പൽ തകർക്കുമെന്ന് പറഞ്ഞ് തകർത്തു, ഗൾഫ് രാജ്യങ്ങളിലെ US താവളങ്ങൾ തകർക്കുമെന്ന് പറഞ്ഞ് തകർത്തു. ഇനി ഉള്ള കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അതിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഒരു ഹിറ്റ് ലിസ്റ്റ്. അത് നമ്മൾ കഴിഞ്ഞ വാർത്തയിൽ പറഞ്ഞതാണ്. നിലവിൽ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ കാരണം കടുത്ത ആശങ്കയിലായിരിക്കുന്നത് ജോർദാൻ, ബഹ്റൈൻ, കുവൈറ്റ് എന്നീ രാജ്യങ്ങളാണ്. അതിർത്തികൾ ഭേദിച്ചു വന്ന ഇറാന്റെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഈ രാജ്യങ്ങൾ ഇന്ന് കഷ്ടപ്പെടുകയാണ്. ജോർദാൻ വ്യോമസേന ഇന്ന് രാവിലെ മാത്രം ഇറാന്റെ 10ഓളം ബാലിസ്റ്റിക് മിസൈലുകളാണ് ആകാശത്ത് വെച്ച് തൊടുത്തുവിട്ടത്. ഇനി കുവൈറ്റിലാകട്ടെ ഇറാന്റെ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് നിരവധി സൈനിക ഉദ്യോഗസ്ഥർക്ക് ഗുരുതരമായിട്ട് പരിക്കേറ്റതായിട്ടും റിപ്പോർട്ടുകളുണ്ട്. അമേരിക്കയുടെ സഖ്യകക്ഷികളായ ഗൾഫ് രാജ്യങ്ങളെ വിറപ്പിച്ചുകൊണ്ട് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് തങ്ങളുടെ ആക്രമണം ഓരോ മണിക്കൂറിലും ശക്തമാക്കുകയാണ്. ഇറാൻ പുറത്തുവിട്ട ഔദ്യോഗിക കണക്കുകൾ അമേരിക്കൻ സൈന്യത്തിന് വലിയ ആഘാതം ഉണ്ടാക്കുന്നതാണ്. ജോർദാനിൽ നിലയുറപ്പിച്ചിരുന്ന US വ്യോമസേനയുടെ അത്യാധുനിക ഫൈറ്റർ ജെറ്റും യുദ്ധവിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കുന്ന നിരവധി റിഫ്യൂവലിംഗ് വിമാനങ്ങളും ഇറാന്റെ മിസൈലുകൾ വിജയകരമായിട്ട് തകർത്തതായിട്ടാണ് IRGC പറയുന്നത്. ഈ നാശനഷ്ടങ്ങൾ അവിടെ ഒന്നും തീരുന്നില്ല. കുവൈറ്റിലുള്ള US സൈന്യത്തിന്റെ പ്രധാന താവളമായിട്ടുള്ള ക്യാമ്പ് ഉദൈറിലെ വലിയൊരു വെടിമരുന്ന് ആയുധ സംഭരണശാല ഇറാന്റെ ഡ്രോണുകൾ ബോംബിട്ട് തകർത്തു. കൂടാതെ അലി അൽ സലാം എയർബേസിലെ US കമാൻഡ് ഹെഡ്ക്വാർട്ടേഴ്സ് കെട്ടിടങ്ങൾക്കും അലി അൽ റസാഖ് ബേസിലെ വലിയൊരു സൈനിക എണ്ണ ടാങ്കറിനും ഇറാന്റെ ആക്രമണത്തിൽ കനത്ത കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ തങ്ങളുടെ ഭാഗത്ത് യാതൊരുവിധ നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടില്ല എന്നാണ് അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയം ഇപ്പോഴും വാദിക്കുന്നത്. പക്ഷേ അമേരിക്ക ഇത് പറയുമ്പോഴും കുവൈറ്റ് ഒക്കെ പറയുന്നുണ്ട് അവിടെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നത്. എന്തായാലും ഈ ഒരു സംഘർഷം കേവലം ഇറാൻ US അതിർത്തികളിൽ മാത്രം ഒതുങ്ങുന്നില്ല, മറിച്ച് മറ്റ് രാജ്യങ്ങളിലേക്കും അതിവേഗം വ്യാപിപ്പിക്കുകയാണ്. ഈ ഒരു യുദ്ധം ആരംഭിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് സിറിയയിലെ US താവളങ്ങൾക്ക് നേരെ ഇറാൻ നേരിട്ട് ഒരു ആക്രമണം നടത്തുന്നത്. സിറിയയിലെ അൽ ടഫിലുള്ള US സൈന്യത്തിന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻ കമാൻഡ് സെന്ററിന് നേരെയാണ് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ വന്ന് പതിച്ചത്. ഇതോടൊപ്പം തന്നെ തങ്ങളുടെ സഖ്യകക്ഷിയായ ഇറാഖിലെ കുർദിഷ് പ്രവിശ്യയിലേക്കും ഇറാന്റെ മിസൈലുകൾ തൊടുത്തുവിട്ടു. വടക്കൻ ഇറാനിൽ വിവിധ പ്രവർത്തനങ്ങൾ നടത്തുന്ന കുർദിഷ് സേനയ്ക്ക് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഫണ്ടിങ് ഉണ്ട് എന്ന് ഇറാൻ പണ്ട് മുതലേ ആരോപിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇറാൻ പണ്ട് തൊട്ടേ അവിടെ ഒരു കണ്ണ് വെച്ചിട്ടുണ്ടായിരുന്നു. തങ്ങളെ ആക്രമിക്കാൻ അമേരിക്ക ഉപയോഗിക്കുന്ന താവളങ്ങൾക്ക് ബദലായിട്ടാണ് സിറിയയിലെയും ഇറാഖിലെയും ഈ ഒരു പുതിയ ആക്രമണ പരമ്പരകൾ ഇറാൻ ഇപ്പോൾ തൊടുത്തുവിട്ടിരിക്കുന്നത്. ഈ സൈനിക താവളങ്ങൾ തകർന്നതിനൊപ്പം തന്നെ ആഗോള സമ്പദ് വ്യവസ്ഥയുടെ ജീവരക്തമായിട്ടുള്ള ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണവും ഇറാൻ ഘടിപ്പിച്ചിരിക്കുകയാണ്. തങ്ങളുടെ ഊർജ നിലയങ്ങളെ അമേരിക്ക ആക്രമിച്ചാൽ
ഹോർമുസിലൂടെയുള്ള എണ്ണക്കപ്പൽ പാതകൾ പൂർണ്ണമായും തടയാൻ യമനിലെ ഹൂത്തി വിമതർക്ക് ഇറാൻ നിർദ്ദേശം നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ആ വാർത്ത പറഞ്ഞതാണ്. ഈ ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോയ തായ്ലാന്റ് പതാകയുള്ള ഒരു കപ്പലിനെ ഇറാൻ സൈന്യം ആക്രമിക്കുന്ന ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ വെറും 6 കപ്പലുകൾ മാത്രമാണ് ഈ പാതയിലൂടെ സുരക്ഷിതമായിട്ട് കടന്നുപോയത്. കപ്പൽ ഗതാഗതം ഇത്രത്തോളം കുറയുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അത് വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. വരും ദിവസങ്ങളിൽ അമേരിക്ക ഈ ഒരു പ്രതിസന്ധിയോട് എങ്ങനെ പ്രതികരിക്കും എന്നാണ് ലോകവും അതുപോലെ തന്നെ ഈ പശ്ചിമേഷ്യയൊക്കെ ഉറ്റുനോക്കുന്നത്. അതനുസരിച്ചിരിക്കും അതിന്റെ ആ ഒരു യുദ്ധത്തിന്റെ നീക്കം. ജോർദാനിലെ US സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ ശക്തമായിട്ടുള്ള മിസൈൽ ആക്രമണത്തിൽ നിരവധി അമേരിക്കൻ സൈനികർക്ക് പരിക്കേറ്റതായിട്ട് സ്ഥിരീകരിക്കപ്പെടുന്നുണ്ട്. കുവൈറ്റിലെ ക്യാമ്പ് ഉദയരിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ അമേരിക്കയുടെ അതിനൂതന ഹിമാറസ് റോക്കറ്റ് ലോഞ്ചർ സംവിധാനങ്ങളും യുദ്ധോപകരണങ്ങളും തകർന്നതായിട്ട് ഇറാൻ തന്നെ അവകാശപ്പെടുന്നു. നിലവിലെ യുദ്ധം തുടങ്ങിയതിനു ശേഷം 400-ലധികം US സൈനികർക്ക് പരിക്കേൽക്കുകയും ഒരു പൈലറ്റ് ഉൾപ്പെടെ 14 പേർ കൊല്ലപ്പെടുകയും ഈ യുദ്ധത്തിൽ ചെയ്തിട്ടുണ്ട്. അമേരിക്കൻ ചരിത്രത്തിൽ ആദ്യമായിട്ട് US സൈന്യം മറ്റൊരു മാർഗം കൂടി സ്വീകരിച്ചു. അതായത് ഒരു 1-വേ അറ്റാക്ക് സീൻ ഡ്രോണുകൾ, കടലിലൂടെ സഞ്ചരിക്കുന്ന ചാവേർ ഡ്രോണുകൾ യുദ്ധത്തിൽ പ്രയോഗിച്ചിരിക്കുകയാണ്. ഇറാന്റെ തന്ത്രപ്രധാന നാവിക തുറമുഖമായിട്ടുള്ള ബന്ദർ അബ്ബാസിന് നേരെയാണ് US ഈ ഒരു അത്യാധുനിക ഡ്രോണുകൾ വിക്ഷേപിച്ചത്. ഒപ്പം തന്നെ ഇറാന്റെ ഏക സിവിലിയൻ ആണവ നിലയമായിട്ടുള്ള ബുഷ്ഹർ ആണവ നിലയത്തിന് തൊട്ടടുത്തായിട്ട് അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ വീണ്ടും കനത്ത ബോംബാക്രമണം നടത്തിയതായി സാറ്റലൈറ്റ് ചിത്രങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഇനി തെക്ക് പടിഞ്ഞാറൻ ഇറാനിലെ അഹ്വാസ് നഗരത്തിലുള്ള ഒരു കുട്ടികളുടെ ക്യാൻസർ ആശുപത്രിക്ക് തൊട്ടടുത്തായി അമേരിക്കൻ മിസൈലുകൾ വന്ന് പതിച്ചു എന്നുള്ള വാർത്തകൾ വന്നിരുന്നു. ഈ സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ ഭയന്നു വിറച്ച ക്യാൻസർ ബാധിതരായ കുട്ടികളെയും കൊണ്ട് മാതാപിതാക്കൾ ആശുപത്രിയിൽ നിന്ന് ജീവനം കൊണ്ട് ഓടേണ്ടി വന്നത് വലിയൊരു അടിയന്തര സാഹചര്യത്തിന് കാരണമായി. അമേരിക്കയുടേത് ക്രൂരമായിട്ടുള്ള ആക്രമണമാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം ഇതിനോടകം തന്നെ ഈ ഒരു കാര്യം വെച്ച് കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനു മുമ്പ് അമേരിക്ക സ്വീകരിച്ചിട്ടുള്ള നടപടികൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്, ക്രൂരമായിട്ടുള്ള നടപടികൾ തന്നെയാണ്. ഇനി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെയുള്ള യുദ്ധം ഔദ്യോഗികമായിട്ട് പുനരാരംഭിച്ചതായിട്ട് കാണിച്ച് US കോൺഗ്രസിന് ഔദ്യോഗിക കത്ത് നൽകിയിട്ടുണ്ട്. ഈ കോൺഗ്രസിന്റെ മുൻകൂർ അനുമതി ഇല്ലാതെ തന്നെ പശ്ചിമേഷ്യയിൽ ഇനിയുള്ള 60 ദിവസത്തേക്ക് US സൈന്യത്തെ പൂർണ്ണമായിട്ടും ഉപയോഗിക്കാൻ ട്രംപിന് അധികാരം നൽകുന്നതാണ് ഈ കത്ത്. യുദ്ധം കടുത്തതോടെ പ്രമുഖ രാജ്യാന്തര എയർലൈനുകൾ ദുബായ്, റിയാദ് ഉൾപ്പെടെയുള്ള ഗൾഫ് മേഖലകളിലേക്കുള്ള എല്ലാ വിമാന സർവീസുകളും പൂർണ്ണമായിട്ടും റദ്ദാക്കിയിരിക്കുകയാണ്. വലിയ പ്രതിസന്ധി ഉണ്ടാവുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ യുദ്ധം എത്രത്തോളമാണ് മുന്നോട്ട് പോകുന്നത്. ആദ്യമേ ആണവായുധം ആണ് പ്രശ്നം എന്ന് പറഞ്ഞു, പരമാധികാരം പിടിച്ചെടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ കഴിഞ്ഞ ഫെബ്രുവരി 28-ന് സംയുക്തമായിട്ട് എപ്പിക് ഫ്യൂറി എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രയേലും അമേരിക്കയും കൂടി ഇറാനെ ചതിച്ചൊരു യുദ്ധം നടത്തിയത്. ആ ചതിയിൽ അവരുടെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടു. പിന്നീട് അവിടുത്തെ പല നേതാക്കളും കുട്ടികളും അടക്കം നിരവധി പേരാണ് കൊല്ലപ്പെട്ടത്. അങ്ങനെ ആ ഒരു 2 കാര്യങ്ങളായിരുന്നു അന്ന് അവർ പറഞ്ഞിരുന്നത്. പരമാധികാരവും അതുപോലെ തന്നെ അവരുടെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രവും. അതായത് ഈ ആണവ സമ്പുഷ്ടീകരണം കൈക്കലാക്കണം, അവിടുന്ന് മാറ്റണം, അല്ലെങ്കിൽ ജീവന് ഭീഷണിയാകും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു വന്നത്. ഇന്നിപ്പോൾ ട്രംപിന് ഇതൊന്നും പ്രശ്നമല്ല, യാതൊരു കരാറുമില്ല, ആണവ സമ്പുഷ്ടീകരണവും പ്രശ്നമല്ല, അവരുടെ പരമാധികാരവും പ്രശ്നമല്ല. ഇന്ന് ട്രംപിന്റെ പ്രശ്നം ഈ ഹോർമുസ് കടലിടുക്കായിരുന്നു. അതായത് വളരെ കൃത്യമായിട്ട് ഒരു റൂട്ട് മാപ്പിലൂടെ ആയിരുന്നു ട്രംപ് ഈ യുദ്ധത്തെ കൊണ്ടെത്തിച്ചത്. അങ്ങനെയാണല്ലോ ഈ യുദ്ധം പകുതി വെച്ച് സമാധാനം കൊണ്ടുവന്നു, ഇടയ്ക്ക് ലംഘനങ്ങൾ നടത്തി. പക്ഷേ ഈ അവസാന ഘട്ടത്തിലെ സമാധാന ചർച്ചയിൽ അമേരിക്ക ഈ ഇറാന് വേണ്ടിയ ആസ്തികളും അതുപോലെ തന്നെ ഇറാന്റെ എല്ലാ കാര്യങ്ങളും വിട്ടുകൊടുക്കാം എന്നൊക്കെ പറയുന്നു, കച്ചവടം നടക്കട്ടെ എന്നൊക്കെ പറയുന്നു. പക്ഷെ ഇറാൻ അവിടെ കടുംപിടുത്തം നടത്തിയത്, അല്ലെങ്കിൽ ഇറാൻ അറിയായിരുന്നു അമേരിക്ക ചതിക്കുമെന്നുള്ളത്. അതുകൊണ്ട് ഇറാൻ അവിടെ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞത് ഈ ഹോർമുസ് ഒരിക്കലും വിട്ടുകൊടുക്കില്ല എന്നുള്ളത് ആദ്യം തൊട്ട് പറഞ്ഞിരുന്നു. ഹോർമുസ് ആയിരുന്നു അമേരിക്കയുടെ അല്ലെങ്കിൽ ട്രംപിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. പക്ഷെ അത് ഒരിക്കലും ലോകം അവസാനിച്ചാൽ പോലും ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് ഇറാൻ നിലയുറപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി എന്ത് സംഭവിച്ചാലും ഹോർമുസിന്റെ നിയന്ത്രണം അമേരിക്കയുടെ കൈകളിൽ പോകില്ല. പക്ഷെ യുദ്ധം ഇപ്പോൾ മറ്റ് രാജ്യങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്നത് അവിടുത്തെ ജനങ്ങളെയും അവിടുത്തെ ഭരണകൂടത്തെയും വല്ലാതെ അലട്ടുന്നുണ്ട്. കാരണം യുദ്ധം ഇരു രാജ്യങ്ങളിൽ മാത്രം ഒതുങ്ങാതെ ഒരു ആഗോള യുദ്ധമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്.